നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നവമിയുടെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് 5ാമത്തെ ദിവസത്തിൽ മാതാവിന്റെ സ്കന്ദമാതാ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്കന്ദന്റെ മാതാവ് എന്നുള്ളത് കൊണ്ടാണ് ദേവിക്ക് സ്കന്ദമാത എന്ന നാമം ലഭിച്ചിരിക്കുന്നത്. കുമാരൻ കാർത്തികേയനെ ലാളിക്കുന്ന മാതൃഭാവത്തെയാണ് നമുക്ക് ദേവിയിൽ ദർശിക്കാൻ സാധിക്കുന്നത്. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. അതിൽ വലത് കൈകളിൽ ഒന്നിൽ 6 ശിരസോട് കൂടിയ ബാലമുരുകനെ ലാളിക്കുകയും മറ്റേതിൽ താമരയുമാണ് ഉള്ളത്. ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ്. സിംഹമാണ് ദേവിയുടെ വാഹനം. ഇന്ന് ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നത് പഴത്തിനോടൊപ്പം സുണ്ടലാണ്. എങ്ങനെയാണ് ഈ സുണ്ടൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദേവിക്കായി ഇന്ന് നമുക്ക് വെള്ളക്കടല കൊണ്ട് സുണ്ടൽ ഉണ്ടാക്കാം. അതിന് ഞാൻ 1 കപ്പ് വെള്ളക്കടല എടുത്തിരിക്കുകയാണ്. അത് ഒരു 8-9 മണിക്കൂർ കുതിരേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കൊരു പാത്രത്തിൽ ഈ വെള്ളക്കടല ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 8-9 മണിക്കൂർ കുതിർത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സുണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് അടുപ്പത്ത് ഒരു പാൻ വെക്കുക. അത് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. നെയ്യ് വേണേലും ഉപയോഗിക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് തെറിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലൊരു പാത്രം വെച്ച് നമുക്ക് മൂടി വെച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം 3 വറ്റൽ മുളക് കീറിയതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കുക. അതിനുശേഷം ഒരു പിടി കറിവേപ്പില നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കാം. കീറി ഇടുന്നത് എപ്പോഴും ഒരു ഫ്രാഗ്രൻസിന് നല്ലതായിരിക്കും, സ്വാദുമേറും. നമുക്കൊന്ന് ഇളക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല, 1 വിസിൽ മാത്രമാണ് ഞാൻ ഈ കടല വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. 1 വിസിൽ വെച്ചിട്ട് വെന്ത കടല ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിന് ശേഷം ഇതെല്ലാം ഓപ്ഷണലാണ്. വളരെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കുക. ചില ആൾക്കാർ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഞാനിവിടെ ചേർക്കുന്നില്ല. ഈ സമയത്ത് അല്പം വെള്ളം കാണും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കാം. ഞാനിത് ഉപ്പിടാതെയാണ് കടല വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് വേവിക്കുന്ന കടലയ്ക്ക് സ്വാദേറും എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് ഒരു 10 മിനിറ്റ് വേവിക്കാം. ആ വെള്ളം മുഴുവനും ഡ്രൈ ആയിട്ട് വേണം ഇതൊന്ന് മാറ്റാനായിട്ട്. 10 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ്ലി വലിഞ്ഞിരിക്കണം. കാരണം ഇപ്പം വെള്ളമൊന്നും ഇല്ല. ഇതാണ് കറക്റ്റ് ടൈം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇത് നമ്മുടെ വെള്ളക്കടല വെച്ചുള്ള സുണ്ടൽ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഇത് ഏറ്റവും നല്ല വ്രതാനുഷ്ഠാന സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണമാണ്. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടി കാണാം. ബൈ ബൈ.